ഹായ്, വർക്കിംഗ് കിച്ചൺ കണ്ട് നിങ്ങൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ആ ഒരു കിച്ചൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ ആട്ടോ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വളരെ ഭംഗിയായി സിമ്പിളായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായി എന്നാൽ സിമ്പിളായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒറ്റ നിലയിലായിട്ട് 2 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വീടിന് ഫ്രണ്ടിലായിട്ട് ഈ ഒരു ഷോ വാളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് ചെടി വയ്ക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട്. ആ ഒരു ചെടി വയ്ക്കുന്ന സ്പേസിൻ്റെ ഭാഗത്തായിട്ട് ഒരു GI പൈപ്പിലുള്ളൊരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. 7 സെൻറ്റിൽ 1200 സ്ക്വയർ ഫീറ്റിൽ 30 ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഫ്ലാറ്റ് റൂഫ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുകളിലായിട്ട് GIയിലുള്ള ഹാൻഡ് റെയിലും കൂടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു വരാന്ത കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ സിറ്റ് ഔട്ട് ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ ആയിട്ട് ഷോ വാളിൽ ഗ്രേ കളറിലാണ് പെയിൻറ് നൽകിയിട്ടുള്ളത്. ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു വീടിന് പെയിൻറ് മുഴുവനായിട്ടും നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് 2 സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വരുന്ന സ്റ്റെപ്പ് ഒരു വരാന്ത പോലെയാണ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ വരുന്ന പില്ലറിനും ടെക്സ്ചർ പെയിൻറ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. വീടിന് ചുറ്റുമായിട്ട് LED ലൈറ്റ്സും എക്സ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു വാളിലായിട്ട് മുഴുവനായിട്ടും പർഗോളയാണ് നൽകിയിട്ടുള്ളത്. വുഡിൻ്റെ ഫ്രെയിംസും കൂടെ ആ ഒരു പർഗോളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് കൂടാതെ 2 ചെയറും കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 272 228 ആണ് ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ സൈസ് വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണത്. അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് മുറ്റം കൊടുത്തിട്ടുണ്ട്. സീറ്റിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. അതുപോലെ സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിൽ ചുറ്റുമായിട്ട് ബോർഡറായിട്ടും ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്നും ഇവിടെയായിട്ടാണ് മെയിൻ ഡോർ വന്നിട്ടുള്ളത്. സിമ്പിളായ സ്റ്റീലിലെ ഹാൻഡിൽ നൽകിയിട്ട് പ്ലാവ് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ ലിവിംഗ് റൂമിലോട്ടാണ് എത്തുന്നത്. ലിവിംഗ് റൂമിലായിട്ട് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോഫി ആൻഡ് ക്രീം ഷെയ്ഡിലാണ് ഇവിടെ സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോർ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണിത്. 300 ആണ് ഈ ഒരു ലിവിംഗ് റൂമിൻ്റെ സൈസ് വരുന്നത്. സീലിംഗിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ജിപ്സം വർക്കിൽ അടിപൊളിയായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. വുഡ് വരുന്ന ഭാഗത്തെല്ലാം പെയിൻ്റാണ് നൽകിയിട്ടുള്ളത്. L ഷേപ്പിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വുഡ് കളറിൽ തന്നെയാണ് വിൻഡോക്ക് സീബ്ര ബ്ലിങ്സും കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. ലിവിംഗിൽ നിന്നും ഇവിടെയാണ് ഡൈനിങ് ഹാളിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹാൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ 2 സൈഡിലുമായിട്ട് 2 പില്ലർ വരുന്നുണ്ട്. ആ ഒരു 2 പില്ലറിനും ഗ്രീൻ ഷെയ്ഡിലുള്ള ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിലാണെങ്കിലും സിമ്പിളായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ സീലിംഗിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഉൾപ്പെടെ 30 ലക്ഷം രൂപ വന്നിട്ടുള്ളത്. വീട് ഇൻറ്റീരിയർ ചെയ്യാൻ വേണ്ടി ആവശ്യം വന്നിട്ടുള്ളത് 2 ലക്ഷം രൂപയാണ്. ഡൈനിങ് ഹാളിൽ ഇവിടെയായിട്ടാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നിന്ന് വരുന്ന പർഗോളയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. വിൻഡോക്കെല്ലാം സീബ്ര ബ്ലിൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ടേബിളിന് മുകളിലായിട്ട് വുഡ് കളറിലായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. അവിടെ ആയിട്ട് സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. വുഡിൽ വരുന്ന ഭാഗമെല്ലാം പെയിൻറ്റിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ജിപ്സം വർക്കും വാർഡ്രോബും അതുപോലെ കിച്ചൺ വർക്കും ഉൾപ്പെടെയാണ് ഇൻറ്റീരിയറിന് 2 ലക്ഷം രൂപ വരുന്നത്. 370 348 ആണ് ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത്. പ്രിന്റോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ നൽകിയിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെയായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് വൈറ്റ് കളറിലാണ് ബേസൻ നൽകിയിട്ടുള്ളത്. ഷെൽഫിന് ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. സർക്കിൾ ഷേപ്പിലാണ് ഇവിടെയായിട്ട് മിറർ നൽകിയിട്ടുള്ളത്. മിററിന് ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ചർ പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിൽ വൈറ്റ് ഗ്രീൻ ഈ ഒരു ഷെയ്ഡിൽ വരുന്ന ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത്. മെയിൻ ഡോർ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയും ഒക്കെ ഒരു ഫുൾ വ്യൂ ആട്ടോ ഇത്.
ഒറ്റ നിലയിൽ 2 ബെഡ്റൂമോട് കൂടി ഒരുക്കിയിട്ടുള്ള ഈ ഒരു വീട്ടിലെ ബെഡ്റൂംസ് വരുന്നത് ഹാളിൽ നിന്നായിട്ടാണ്. 2 ബെഡ്റൂമിനും ഇടയിലായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസിന് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത്. ഹാൻഡ് റെയിൽ GI പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. വുഡ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ഹാൻഡ് റെയിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്നും ലിവിംഗ് റൂമിന് തൊട്ടടുത്തായിട്ടാണ് ഒരു ബെഡ്റൂം ഡോർ വരുന്നത്. റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് സിമ്പിളായിട്ടാട്ടോ ബെഡ്റൂംസ് എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. സീബ്ര ബ്ലിൻസ് ആണ് വിൻഡോക്ക് കൊടുത്തിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ജിപ്സം വർക്കിൽ സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. 330-360 ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഫ്ലോറിലെല്ലാം ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത്. കോട്ടന് ഫ്രണ്ടിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത്. വാർഡ്രോബിനോട് ചേർന്ന് ഒരു സൈഡിലായിട്ട് മിററും കൂടെ കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂംസ് എല്ലാം അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു സൈഡിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത്. ബാത്റൂം ഓപ്പൺ ചെയ്ത് ലൈറ്റ് ഗ്രേ, ഡാർക്ക് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത്. ഗ്ലോസി ടൈലും മാറ്റ് ഫിനിഷ് ടൈലും ചേർന്നാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് നൽകിയിട്ടുള്ളത്. 250-120 ആണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത്. ഒരു കോർണറിലായിട്ട് വെയ്സനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഹാളിൽ നിന്നും സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. സിമ്പിളായി ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു ബെഡ്റൂമിനും കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന് താഴെയായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് സെയിം കളറിൽ തന്നെയാണ് ടൈല് വിരിച്ചിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ടൈല് നൽകുകയാണെങ്കിൽ ബഡ്ജറ്റിൽ ഒത്തിരി മാറ്റം വരുത്താൻ കഴിയും. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്കും കൂടെ യൂസ് ചെയ്യാം കേട്ടോ. കറക്റ്റ് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഗ്ലോസി മാറ്റ് ഫിനിഷ് ടൈല് അങ്ങനെയാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു ബാത്റൂം കഴിഞ്ഞ് ഇവിടെയായിട്ടാണ് ബെഡ്റൂം ഡോർ വരുന്നത്. ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത്. സീബ്ര ബ്ലിൻസ് വുഡ് കളറിലാണ് വിൻഡോക്കെല്ലാം കൊടുത്തിട്ടുള്ളത്. 330-360 ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. സീലിംഗ് സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും LED ലൈറ്റ്സും കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സീലിംഗിലായിട്ട് വുഡ് കളറിലുള്ള ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട്. കോട്ടൺ ഈ ഒരു സൈഡിലായിട്ട് ഒരു റെഡിമെയ്ഡ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് അലൂമിനിയം ഫാബ്രിക്കേഷനിലുള്ള വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള അടിപൊളിയായിട്ടുള്ളൊരു വാർഡ്രോബും കൂടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഹാഫ് സർക്കിളിലായിട്ടാണ് ഇവിടെ മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു വാർഡ്രോബിന് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് കേട്ടോ. ആ ഒരു മിറർ അതുപോലെ സെറ്റ് ചെയ്തപ്പോൾ സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് എത്തിയിട്ടുണ്ട്. ഡൈനിങ് ഹാളിൽ നിന്നും ഈ ഒരു ബെഡ്റൂമിനോട് തൊട്ടടുത്തായിട്ടാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത്. ബെഡ്റൂം ഡോർസിൻ്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് കിച്ചണിനും ഡോറ് നൽകിയിട്ടുള്ളത്. ഈ ഒരു കിച്ചൺ ഓപ്പൺ ചെയ്ത് 330-300 ആണ് സൈസ് വരുന്നത്. ഈ ഒരു കിച്ചണിലായിട്ടാണ് ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റ് ആയിട്ടും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് ചെയ്തിട്ടുണ്ട്. സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. വോളിലായിട്ട് ബ്രൗൺ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത്. കിച്ചൺ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കബോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പർ ക്യാബിനറ്റ് ആയിട്ട് വരുന്ന കബോർഡ്സിലൊക്കെ നല്ല സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. 2 തട്ടായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ. അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ആണ് ഇതൊക്കെ. ഇവിടെയായിട്ട് സ്പൂൺ ട്രേ, പ്ലേറ്റ് ട്രേ, പ്ലെയിൻ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ ആയിട്ടുള്ള കബോർഡ്സും ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു സൈഡിലായിട്ടാണ് ബോട്ടിൽ ട്രേ ചെയ്തിട്ടുള്ളത്. വർക്കിംഗ് കിച്ചണും ഷോ കിച്ചണും മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷന് വന്നിട്ടുള്ളത് 25,000 രൂപയാണ്. കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെയായിട്ടും ഒരു പ്ലേറ്റ് ട്രേ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് അപ്പർ ക്യാബിനറ്റ് ആയിട്ട് വരുന്നത് ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൽ തന്നെ
ഇവിടെ ആയിട്ടൊരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട്. റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൽ മുകളിലായിട്ട് റാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയും സ്റ്റോറേജ് യൂണിറ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം വരുന്നത്. ഈ ഒരു സ്റ്റോർ റൂം ഓപ്പൺ ചെയ്ത് 250-120 സൈസ് വരുന്നത്. റാക്ക് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ എൽ ഷേപ്പിൽ കൊടുത്തിട്ടുള്ളത്. ഷോ കിച്ചണിൽ നിന്നും സ്റ്റോർ റൂമിന് തൊട്ടടുത്തായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത്. വർക്കിംഗ് കിച്ചൺ ഓപ്പൺ ചെയ്ത് 228-188 സൈസ് വരുന്നത്. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് വിറകടുപ്പ് വരുന്നത്. വിറകടുപ്പിൻ്റെയും ഗ്യാസിൻ്റെ ഇടയിലായിട്ട് ഒരു വോള് നൽകിയിട്ടുണ്ട്. ആ ഒരു വോള് മുഴുവനായിട്ടും ടൈലാണ് വിരിച്ചിട്ടുള്ളത്. അതുപോലെ കിച്ചണിലും മുഴുവനായിട്ടും ബ്രൗൺ വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത്. വിറകടുപ്പിൻ്റെ ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എങ്ങനെ വിറക് വെക്കുക എന്നുള്ളത്. ഈ ഒരു ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ വിറക് വെക്കുന്നത്. വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് വോളിൽ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വോളിലായിട്ട് ഗ്ലാസ്സിലുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു വീട്ടിലെ ഓരോ ഭാഗവും അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇഷ്ടമായിട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല വീടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഒരു വർക്കിംഗ് കിച്ചൺ ആണെങ്കിലും വീടാണെങ്കിലും. ഇവിടെയായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഭാഗത്തായിട്ടും ചെറിയൊരു ഗ്ലാസ്സിലായിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് അടുപ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത്. പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും ആ ഒരു ഭാഗത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൽ നിന്നും ഗ്യാസിൻ്റെയും സിങ്കിൻ്റെയും ഒക്കെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത്. ബാക്ക് സൈഡിലായിട്ട് മുറ്റത്ത് ഷീറ്റാണ് വിരിച്ചിട്ടുള്ളത്. അതുപോലെ അവിടെ ആയിട്ട് ഒരു വരാന്ത പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്